അറബിക്കടലിൽ അടുത്തിടെയുണ്ടായ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പാകിസ്ഥാന്റെ തീരത്ത് ഇപ്പോൾ ഇന്ത്യ ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് 2 റാംപേജ് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഘടിപ്പിച്ച MiG-29K യുദ്ധവിമാനങ്ങൾ ഇന്ത്യ ഇപ്പോൾ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെ അസ്വസ്ഥരാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിനു പകരമായി പാകിസ്ഥാൻ ഇപ്പോൾ ഇവരുടെ തന്ത്രപ്രധാനമായ കറാച്ചി നാവിക താവളത്തിൽ F-16 യുദ്ധവിമാനങ്ങൾ ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയുടെ പിന്തുണയോടെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ MiG-29K എന്ന കാരിയർ അധിഷ്ഠിത മൾട്ടി റോൾ യുദ്ധവിമാനം ഇതിലിപ്പോൾ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത അതിവേഗ ദീർഘദൂര ആയുധമായ റാംപേജ് എയർ ടു ഗ്രൗണ്ട് മിസൈലുമായിട്ട് അടുത്തിടെ സംയോജിപ്പിച്ചിരുന്നു. ഈ റാംപേജ് മിസൈൽ എന്നത് ഏകദേശം 250 കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള റാംപേജ് മിസൈൽ നാവിക താവളങ്ങൾ, റഡാർ സ്റ്റേഷനുകൾ, തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ഇൻസ്റ്റാളേഷനുകളെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് ലക്ഷ്യമിടാനുള്ള MiG-29Kയുടെ കഴിവിനെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഈ മിസൈലിന്റെ കൃത്യതയും അതിവേഗ ലോ ട്രാക്ക് രൂപകൽപ്പനയും ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നതിനുള്ള ശക്തമായ ഒരു ഉപകരണമാക്കി ഇതിനെ മാറ്റുന്നു. അതായത് ഇതിന്റെ ശക്തി ഇത് തെളിയിച്ചതുമാണ്. ഇറാനിയൻ സൈനിക ഇൻസ്റ്റാളേഷനുകൾക്കെതിരെ ഇസ്രായേൽ ഈ റാംപേജ് മിസൈലാണ് ഉപയോഗിച്ചത്. ഇത് വൻ വിജയമാണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ ഈ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് MiG-29K ജെറ്റുകൾ അറേബ്യൻ കടലിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ റാംപേജ് മിസൈലുകളുടെ ദൂരപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് പാകിസ്ഥാൻ വ്യോമാതലത്തിലേക്ക് കടക്കാതെ തന്നെ ഗുജറാത്ത് തീരത്ത് നിന്ന് ഇന്ത്യൻ ടെറിട്ടോറിയൽ ജലാശയങ്ങളിലോ അന്താരാഷ്ട്ര വ്യോമാതിർത്തിയിലോ ആക്രമണം നടത്താൻ സാധിക്കും. ഇപ്പോൾ ഈ MiG-29 ഈ റാംപേജ് മിസൈലുകൾ ഘടിപ്പിച്ച MiG-29K വിമാനങ്ങളുടെ സാന്നിധ്യം പാകിസ്ഥാൻ സൈനിക ആസൂത്രകരെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അതായത് ഈ കറാച്ചി എന്ന് പറയുന്നത് ഇവരുടെ നാവിക സാമ്പത്തിക സുരക്ഷയുടെ ഒരു പ്രധാന ഘടകമാണ്. ഇതിനു മറുപടിയായി കറാച്ചിയിലും പരിസര പ്രദേശങ്ങളിലും വ്യോമാതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനായി AIM-120C5 അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച F-16 ബ്ലോക്ക് 52 യുദ്ധവിമാനങ്ങൾ PAF ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. കറാച്ചിക്ക് സമീപമുള്ള ഫൈസൽ അല്ലെങ്കിൽ മസ്റൂർ എന്ന വ്യോമസേന ബേസിലാണ് ഇപ്പോൾ ഈ F-16 വിമാനങ്ങൾ ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ തടയുക, നാവിക താവളം, പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങളെ മറ്റ് തന്ത്രപ്രധാനമായ ആസ്തികൾ എന്നിവ സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ ഈ F-16ന്റെ ചുമതല. ഈ F-16 ഇപ്പോൾ സംയോജിപ്പിച്ചിരിക്കുന്ന മിസൈൽ ഏകദേശം 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള AIM-120C5 AMRAAM മിസൈലാണ്. ശത്രു വിമാനങ്ങളെ ദീർഘദൂരങ്ങളിൽ ആക്രമിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ഒരു ശക്തമായ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ്. എന്നാൽ ഇത് പാകിസ്ഥാന് നല്ലൊരു പ്രതിരോധം നൽകുന്നില്ല. കാരണം പാകിസ്ഥാന്റെ ഈ F-16 വിമാനങ്ങളിൽ കപ്പൽ വിരുദ്ധ മിസൈലുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധ കപ്പലുകൾ പോലുള്ള നാവിക ലക്ഷ്യങ്ങൾക്കെതിരെ പോരാടാനുള്ള പാകിസ്ഥാന്റെ ശക്തി പരിമിതപ്പെടുത്തുന്നു. ഈ റാംപേജ് മിസൈലുകൾക്ക് പുറമെ MiG-29Kയിൽ KH-35 കപ്പൽ വിരുദ്ധ മിസൈലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവിടങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ MiG-29K സമുദ്ര ആക്രമണത്തിനും വ്യോമ മേധാവിത്യ ദൗത്യങ്ങൾക്കുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. ഈ റാംപേജ് മിസൈൽ MiG-29ൽ ഘടിപ്പിച്ചത് 2025 ജനുവരിയിലാണ്. ഇതിപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഫയർ പവർ ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 2019 ബാലാകോട്ട് വ്യോമാക്രമണത്തിൽ ഉപയോഗിച്ച സ്പൈസ് 2000 ബോംബുകളേക്കാൾ കൂടുതലുള്ള ദൂരങ്ങളിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ ഈ റാംപേജ് മിസൈലിന് സാധിക്കും. ഇപ്പോൾ ഇന്ത്യ ഈ അറേബ്യൻ കടലിൽ MiG-29K വിന്യസിച്ചിരിക്കുന്നതും പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളുമൊക്കെ ഇവിടെയുള്ള ശക്തിയുടെ ഒരു അസ്ഥിരമായ സന്തുലിതാവസ്ഥയാണ് കാണിക്കുന്നത്. കാരണം ഇരു രാജ്യങ്ങളും ഗണ്യമായ രീതിയിൽ അവരുടെ സൈനിക ആസ്തികൾ ഇവിടെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. റാംപേജ് മിസൈലുമായി എത്തിയ ഇന്ത്യയുടെ MiG-29K എതിരിടാൻ വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ F-16 ഇറക്കിയിരിക്കുന്നത്. എന്നാൽ എന്ത് തന്ത്രം മുന്നിൽ കണ്ടിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഈ F-16 ഇവിടെ ഇറക്കിയിരിക്കുന്നത്? കാരണം പ്രധാനമായും കരയിൽ പ്രവർത്തിക്കുന്ന മൾട്ടി റോൾ ഫൈറ്ററായ F-16 ബ്ലോക്ക് 52 കപ്പൽ വിരുദ്ധ ദൗത്യങ്ങൾക്കുള്ള കോൺഫിഗറേഷനും വൈദഗ്ധ്യവുമില്ല. അതുപോലെ തന്നെ ഇതിൽ കപ്പൽ വേദ മിസൈലുകളും സജ്ജീകരിച്ചിട്ടില്ല. അതേസമയം പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ ഇതിലുണ്ട് എങ്കിലും ചലിക്കുന്ന നാവിക ലക്ഷ്യങ്ങൾക്കെതിരായ ജലത്തിന് മുകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്കല്ല, കരയിൽ നിന്നോ വായുവിൽ നിന്നോ ഉള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യൻ നാവികസേനയുടെ MiG-29Kയിൽ KH-35 കപ്പൽ വേദ മിസൈലുകളും റാംപേജ് മിസൈലുകളുമാണ് ഉള്ളത്. ഇത് കപ്പലുകൾക്കും തീരദേശ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്ത് തന്ത്രത്തിന്റെ പേരിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ MiG-29Kക്ക് എതിരാളിയായി
F-16 ഇറക്കിയിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.